അയോധ്യ ഞാൻ ടി വി കൂടെ കാണും. എന്ന് കാണാറാണ് ഇത് മറ്റേ മൊബൈൽ ഓൺ ചെയ്ത് നിങ്ങൾ കാണാൻ ഓൺ ചെയ്ത് നോക്ക്, അയോധ്യ കാണാം. അല്ല അയോധ്യ എത്ത് കാണാൻ അല്ല, പൊളിറ്റിക്സിലൂടെ ഇപ്പൊ അത് ആ വേദിയല്ലല്ലോ. ഇപ്പൊ നമ്മുടെ സിനിമ വേദി. പൊളിറ്റിക്സ് വരുമ്പോ പൊളിറ്റിക്സ് സംസാരിക്കും. ഇപ്പൊ അതല്ലല്ലോ, നമുക്കിപ്പോ സിനിമ. ഇപ്പൊ നല്ല ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത് അല്ലെ, പഴയ ഭീമൻ ടീച്ചറിനെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി തീർച്ചയായിട്ടും പറയും. പൊളിറ്റിക്സ് വേറെ സൈഡ്, സിനിമ ഇന്നത്തെ സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ താല്പര്യമുള്ള ചർച്ച നടക്കുന്നതാണ്. ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയിൽ ചോദിച്ചത്. പൊളിറ്റിക്കൽ ലീഡർ ആയിട്ടില്ലല്ലോ ആകട്ടെ, ഒരു MLA MP മന്ത്രിയൊക്കെ ആവുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാം. അങ്ങനെ ആവുമെന്നറിയില്ല, നമുക്ക് നോക്കാം. ദൈവം അനുഗ്രഹിച്ച നടക്കും. ഇല്ലെങ്കിൽ ഞാൻ സിനിമയിൽ തന്നെ വീണ്ടും കാലുറപ്പിച്ച് വരുന്നുണ്ടോ യാതൊരു അംശം. ഇപ്പം പൊളിറ്റിക്കൽ ലെവലിൽ കയറിയാലും സിനിമ എന്ന് പറയുന്ന കല അത് മനസ്സിൽ നിന്ന് ഒരിക്കലും ആയില്ല. മനസ്സിലായി? അതിങ്ങനെ ഓരോ സൈഡിൽ പോയിക്കൊണ്ടേയിരിക്കും. മറ്റേത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സൈഡിലാണ്. എനിക്ക് ക്വസ്റ്റ്യൻ ഒരാൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ആരും ഒന്നും ചോദിക്കില്ലേ. വാ എന്തിന് പൊസിഷൻ വരികയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ CM അടുത്ത് ചോദിച്ച് ഈ CM തന്നെ ആണെങ്കിൽ അടുത്ത വരാൻ പോകണം. അതിന് സംശയമുണ്ട്, എന്റെ മനസ്സിലുള്ളതാണ്. മനസ്സിലായി? അപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് പോകാനോ, അദ്ദേഹം പെർമിഷൻ തരുമെന്നുള്ള ഉത്തമ വിശ്വാസം. ഡയറക്ടർ ഇങ്ങനെ സജീവമായിട്ട് സിനിമ നിൽക്കുമ്പോൾ അനുമതി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടോ എന്ന് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഞാൻ പാർട്ടിയുടെ ഭാഗത്ത് അതിലേക്ക് ഞാൻ ഇറങ്ങി ഇൻവെസ്റ്റ് ആയിട്ട് 100% ഇറങ്ങിയിട്ടില്ല. മനസ്സിലായി? ഞാനിങ്ങനെ പാർട്ടിയിലൊരു മെമ്പറായിട്ടുള്ളൊരു ജോയിൻ ചെയ്തല്ലോ. എനിക്ക് അവിടെ നിന്നൊരു ഇത് കിട്ടിയിട്ടില്ല. അതെനിക്കറിയാം, അത് പാർട്ടിയാ തീരുമാനിക്കും. പിന്നെ അത് വിളിച്ചാൽ പോകും. അല്ലാതെ നമുക്ക് അങ്ങോട്ട് ചെന്ന് ഈ LDF അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് സാധാരണ പാർട്ടിയൊന്നുമില്ല. അങ്ങോട്ട് ചെയ്ത് ചുമ്മാ ചേക്കാനൊന്നും പറ്റില്ല. മനസ്സിലായില്ലേ? അവരൊക്കെ ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന പാർട്ടിക്കാരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ചില രീതികളൊക്കെ ഉണ്ട്. അതനുസരിച്ച് അവർ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തീർച്ചയായിട്ടും അവർ വിളിച്ച് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പോകും. അത് വേറെ പറഞ്ഞാലും അതിനും തയ്യാറല്ലേ? മത്സരിക്കണം എന്ന് പറഞ്ഞാൽ അതിനും തയ്യാറാണെന്ന്. അതെന്താ സിനിമാ തിരക്കുകളൊക്കെ വരുന്നുണ്ടോ? അത് വേറെ, അത് ഞാൻ പറഞ്ഞല്ലോ. അത് ഇത് വേറെ, അത് ആവശ്യം വന്നാൽ പിന്നെ ആവശ്യം വന്നാൽ അതാണ് നമ്മൾ ഈ പാർട്ടി അത്ര വിശ്വസിച്ചിറങ്ങിയാണ്. തീർച്ചയായിട്ടും അവർ പറയുന്നത് കേൾക്കും. അതിനകത്ത് ഈ ആക്ഷൻ വരുന്ന ഒരു രീതിയുണ്ട്. അല്ല ചുമ്മാ റോഡിൽ കൂടെ പോകുന്നതിനെ പിടിച്ച് തല്ലുകയല്ല. അതല്ല ആക്ഷൻ അതിനകത്ത് വരുന്നത്. നമ്മൾ ക്യാരക്ടറായിട്ട് വന്ന് ആ കഥയിൽ കൂടി തന്നെ ഇതിനുള്ളൊരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് ആ അഭിനയ ഭാവത്തിൽ കൂടി തന്നെയാണ് നമ്മൾ ആക്ഷനിലേക്ക് വരുന്നത്. അപ്പൊ അതിനകത്ത് അഭിനയിക്കാനുള്ള എന്ന് പറഞ്ഞാൽ കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രം പോലുള്ള ഒരു പെർഫോമൻസ് കാണിക്കാനുള്ള ഒരു സിറ്റുവേഷനല്ല ഈ സിനിമ. തീർച്ചയായിട്ടും അതേപോലൊരു കഥ വരികയാണ്, അതുപോലെ സിറ്റുവേഷൻസ് വരികയാണ് ഇനിയുള്ള അങ്ങോട്ടുള്ളത്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഈ ന്യൂജൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ ഈ വളർന്നു വരുന്ന ന്യൂജനിലെ ആൾക്കാർക്ക് അങ്ങനെ ഒരു അഭിനയം വളരെ അപൂർവ ആൾക്കാർക്ക് മാത്രമേ അങ്ങനെയുള്ളൊരു കഴിവ് ഞാൻ കാണുന്നുള്ളൂ. ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ വരുന്നത് അങ്ങനെയുള്ള ഒരു ഇത്ര ഡീപ്പായിട്ട് അവരെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നില്ല എന്നുള്ളതാണ്. അവര് വന്നു ഒരു 2 ദിവസം കഴിഞ്ഞു കോടി ലക്ഷം ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ബിസിനസ് എടുത്ത് പ്രൊഡ്യൂസർ ബിസിനസ് എടുത്ത് ഒരു കാശ് ഉണ്ടാക്കുന്നു പോകുന്നുള്ളത്. ഇങ്ങനെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനോ അത് വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവരാനോ ആരും ഇപ്പൊ ശ്രമിക്കുന്നില്ല. ആ ശ്രമം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലും കുഞ്ഞച്ചനേക്കാട്ടിലും വലിയ കഥാപാത്രം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ആര് തന്നാലും ഞാൻ ചെയ്യും, അത് യാതൊരു സംശയവുമില്ല. ഞാൻ ഒരിക്കലും ആരാണ്ട് അടുത്ത് പറഞ്ഞ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷെ അത് വലിയ പബ്ലിസിറ്റി ആയില്ല. മമ്മൂട്ടിയുടെയൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടാകുന്ന വലിയ ആഗ്രഹം സത്യം. അത് കിട്ടണം, ഞാൻ കലക്കും. യാതൊരു സംശയമില്ല. രാവിലെ നന്നായിട്ട് കിട്ടിയാലും കലക്കും. അങ്ങനെയുള്ള കഥാപാത്രം വരുന്നില്ല, നമുക്ക് അതിനുള്ള ചാൻസ് കിട്ടുന്നില്ല. കിട്ടിയാൽ തീർച്ചയായിട്ടും ചെയ്യും. അതിന് യാതൊരു പേടിയില്ല. അത് ഏത് കഥാപാത്രം വേണമെങ്കിലും ചെയ്യാൻ തരണം. അതാണല്ലോ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്.